ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ നല്ല അടിപൊളി എന്താ അത് സംഭവം എന്നറിയണ്ടേ? ഇതാണ് മുരിങ്ങയില ടോണിക്ക്. ഈ ടോണിക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ധാരാളം പൂക്കളും ഉണ്ടാവും, ധാരാളം കായ ഉണ്ടാവും, പച്ചക്കറിക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാട്ടോ. ഒരു ചില്ലി കാശ് ഇതിന് മുടക്കില്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയല്ല നമുക്ക് ഒന്ന് കാണാലോ. എന്നാ വീതി അപ്പോൾ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എപ്പോൾ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. താങ്ക്സ് കേട്ടോ. എന്നാലും മറന്നു പോയവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. എന്നാൽ വീതി നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാനോ. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കുകയൊന്നുമല്ല. ഇവിടെയൊക്കെ പൂക്കളുണ്ട്, പക്ഷെ അതൊന്നുമല്ല. ഇന്ന് ഞാനൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. ആ വളം നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പലരും എന്നോട് ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഞാൻ മുട്ടത്തോട് പൊടിച്ചത് കാണിച്ചപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, അത്രയും മുട്ട കിട്ടുമോ പൊടിക്കാനെന്നൊക്കെ. എന്നാൽ ഞാൻ ഇന്നുണ്ടാക്കുന്ന വളം നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്, ഈസിയാണ്, പൈസൻ്റെ അത്ര ചിലവൊന്നുമില്ല, എന്നാലോ ചെടികൾക്ക് നല്ലതുമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാം ഞാൻ ലൈവായിട്ട് ഓരോന്നോരോന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. എന്നാൽ ഒന്ന് കാണാം, വരിക നമുക്ക് തുടങ്ങാലോ. എല്ലാം വിളവെടുത്ത് യോജിപ്പിച്ച് എല്ലാം ഞാൻ ഒഴിക്കുന്നത് വരെ ഞാൻ കാണിച്ചു തരാം. ആ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ടോണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ. കർക്കിടക മാസത്തിൽ മുരിങ്ങയില കൂട്ടരുതെന്ന് പറയും. നമുക്ക് കർക്കിടക മാസം കഴിയാനായി. നമുക്കിത് ചെടിക്കെടുക്കാം. ഭയങ്കര വീര്യം കൂടിയതാണ് ഇത് അപ്പാടിട്ട് കൊടുത്താൽ വരെ നല്ലതാണ്. അതിനേക്കാൾ സൂപ്പർ വളമാക്കിയിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് കൂടുതൽ ചെടിക്ക് ഫലപ്രദമാകാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മാർഗം കണ്ടാൽ മതി. ഇത്രയൊന്നും വേണ്ട, ഇത്രയൊന്നും ഞാൻ എടുക്കൂല. ബാക്കിയുള്ള ചെടിക്ക് ഏതായാലും ഞാൻ മരം ഈ തണ്ട് ഞാൻ പൊട്ടിച്ചു പോയല്ലോ. അപ്പോൾ പൊട്ടിച്ചപ്പോൾ ഞങ്ങളുടെ എടുക്കാനേ ഉള്ളൂ. എത്ര ഉള്ളത്, ഒരു കമ്പങ്ങ് നട്ടാൽ മതി. എന്നോട് എപ്പോൾ ഒരാൾ വീഡിയോയിൽ പറയും, നിങ്ങൾ മുരിങ്ങ നടുന്നൊന്ന് കാണിക്കുമോ. ഇങ്ങനെ ഒരു തണ്ടങ്ങ് നട്ടാൽ മതി. നട്ടിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് നമ്മളൊന്നും ചെയ്യേണ്ട, അതിലങ്ങനെ തളിര് വരും. എന്നാൽ വരി, ആദ്യം ഞാൻ മുരിങ്ങയില എടുത്ത് ഇതെനിക്ക് തോരൻ വെക്കാൻ മാത്രമുണ്ട്. വരി, ഞങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരട്ടെ. ഞാനിവിടെ ഒരു കർമൂസ് നട്ടിരുന്നു. നട്ടിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. ആളായി വെയിൽ കണ്ടതിപ്പം. ആ കണ്ട ഗുണം കണ്ടോ, വെയിൽ കണ്ടത് കൊണ്ട് എന്താ കായ്, നല്ല അടിപൊളിയാണ്. നല്ല സൈസാട്ടോ, അത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. മരത്തിൻ്റെ ഇടയിൽ വെയിൽ കിട്ടണ്ടേ ഇവർക്ക്, എല്ലാത്തിനും വേണം നമുക്ക് വെയിൽ കിട്ടണം. ഈ മുരിങ്ങൻ്റെ ഇല പറിച്ച് കൊണ്ടുവരുമ്പോൾ ഞാൻ വരുന്ന വഴിക്ക് നിങ്ങളെ കാണിച്ചു തരുന്ന കേട്ടോ. എൻ്റെ ചൈനീസ് ഓറഞ്ച് നോക്ക്, ഇത് ലെയറിങ് ചെയ്താൽ പെട്ടെന്ന് തൈ ഉണ്ടാകും പോലും. ഇതിന് ലെയറിങ് ചെയ്യണോ. എന്തായാലും നിങ്ങളൊന്ന് വാങ്ങി വെച്ച് വെക്കേണ്ടി. നല്ലതാണ് ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ. എത്ര ഉണ്ടായിന്നറിയോ. അധികം മരമൊന്നും ആക്കണ്ട, കുറ്റിച്ചെടിയാക്കി നിർത്താം. പിന്നെ ഇല പറിച്ചെടുത്തു ആ ടോണിക്കിന് വേണ്ടിയിട്ട്. അടുത്തത് അലോവേരൻ്റെ ഒരു കഷ്ണമാണ് വേണ്ടത്, ചെറിയൊരു പൊട്ട് മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ അടിഭാഗത്ത് നിന്ന് എടുക്കുക. ഇതിൻ്റെ ഒരു സൂത്രം ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് എടുത്താലും ഇതിന്മേൽ ധാരാളം ശാഖ ഇലുണ്ടാകും പോലും. അടിയിൽ നിന്ന് പൊട്ടിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അലോവേര പൂവിട്ട് കണ്ടിട്ടുണ്ടോ? എൻ്റെ അലോവേര പൂവിട്ടിട്ട് ഒടിഞ്ഞു പോയിട്ടോ. നോക്ക്, ഇത് വളർന്ന് വിരിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ അത് ചെയ്യുക. ഇവിടെ ഒരു പൊട്ട് കാണാണ്ട് ഇതിങ്ങനെ അങ്ങോട്ടായിപ്പോയി. ഈ കാറ്റ് സംഭവിച്ചതാ. അലോവേര പൂവിട്ട് വിരിഞ്ഞിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഏതായാലും പൂവിട്ടെന്ന് മനസ്സിലായില്ലേ. ഒരു പ്രാവശ്യം മരുന്നുണ്ടാക്കുന്നുള്ളൂ. ഇത് ഒന്നായിട്ടാകുമ്പോൾ നമുക്ക് മരുന്ന് തീരില്ല. അതുകൊണ്ട് ഇതൊക്കെ അവിടെ നിന്നോട്ടെ. അത് ഞാൻ ചെടിക്ക് അപ്പാടം ഇട്ട് കൊടുക്കുക. ടോണിക്ക് ഉണ്ടാക്കാൻ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ, ഇത്ര മതി. അലോവേരൻ്റെ പീസും എടുത്ത്. ഇനി വരി, ഈ ടോണിക്ക് ഉണ്ടാക്കാൻ, മുരിങ്ങയില ടോണിക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നറിയോ? ആദ്യം തന്നെ മുരിങ്ങയില ഞാൻ കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പിടിയെ ഞാൻ പറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിയെ ഞാൻ എടുക്കുന്നുള്ളൂ. മുരിങ്ങ ഞാൻ പറഞ്ഞല്ലോ അധികം ഉണ്ടാക്കുന്നില്ല. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് അലോവേര. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇത് അരച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തേടി പിടിക്കും. അലോവേരയൊന്ന് ജെല്ലിന്ന് എടുക്കണതിന് ഞാൻ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാം നല്ലതാണ്. പിന്നെ ഒരു ഇത്തിന വെല്ലം,
കുറച്ച് വെല്ലം എല്ലാം കൂടെ അങ്ങ് ഇട്ടിക്ക്. പിന്നെ ചേർക്കുന്നത് 2 സ്പൂണ് തൈര് മതി. ഇതിന് 2 സ്പൂണേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. 2 സ്പൂണ് തൈര്. ഇനി അത് അരയണമല്ലോ, അരയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങോട്ട് നൈസായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തു. ഇതാ എന്താ പച്ച, തൈരുണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഇനി ഞാൻ വേറെ വലിയൊരു പാത്രത്തിൽ ഒഴിച്ച് ഇത് നേർപ്പിക്കണം. ഇത് നേർപ്പിക്കാണെന്ന് ഒഴിക്കാൻ പറ്റില്ല. അതിൽ പിന്നെ ഇതുള്ളതാ മുരിങ്ങയില, വീര്യം കൂടുതലാണ്. ഈ അരച്ച മിശ്രിതമല്ലേ, ഇത് ഭയങ്കര വീര്യം കൂടിയതാണ്. ഇതിനെ നമ്മൾ നേർപ്പിച്ചിട്ടേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിലുള്ളത് മുരിങ്ങ ഇലയാണ് കൂടുതലും. മുരിങ്ങ ഇലയിൽ ധാരാളം നൈട്രജൻ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഇരുമ്പുണ്ട്, പിന്നെ ഹോർമോൺ ഉണ്ട്, പെട്ടെന്ന് വളരാനുള്ള ഹോർമോൺ എല്ലാം ഇതിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒന്നിച്ചാൽ കൂടെ ചെടി കരിഞ്ഞു പോകും, ഇതുപോലെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്താക്കണം, നേർപ്പിക്കണം. അപ്പോൾ 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ 10 ലിറ്ററിൻ്റെ ബക്കറ്റ് എടുത്തുക. അപ്പോൾ നമുക്ക് ഇളക്കിയൊന്നും വേണ്ട, ഇതങ്ങ് നിറച്ചാൽ മതി. എങ്ങനെ നിറച്ചാൽ ഇതിൻ്റെ പച്ചിപ്പ് പോകില്ല കേട്ടോ, പച്ച കളറ്. ഈ കളറ് പോലെ തന്നെ ചെടികൾ നല്ല പച്ച കളർ ഉണ്ടാവും, വേരുകൾക്ക് ചീച്ചിലൊക്കെ മാറിക്കിട്ടും. പിന്നെ എല്ലാം തൈര് എങ്ങനെ ഒഴിച്ചിട്ടും കണ്ടോ. ഇത് നമ്മൾ ഒരാഴ്ച വെച്ച് കഴിഞ്ഞ് പുളിപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇനി കുറഞ്ഞ അപ്പം ഒഴിക്കുകയാണെങ്കിലും ഞങ്ങൾ നല്ലോണം വെള്ളം ചേർക്കണം. ഇതങ്ങ് എടുത്ത് വെച്ചാൽ മതി. അരച്ച് വെച്ച മിശ്രിതം വെള്ളം ഒഴിക്കാണ്ട് എടുത്ത് വെക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ പുളിച്ച് നല്ല ഉഷാറായി കഴിഞ്ഞിട്ട് നമ്മൾ 20 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ 10 ഇരട്ടിയേ കൊടുക്കുന്നുള്ളൂ, ഇത് പുളിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ ആ തൈരിൻ്റെ പുളി തന്നെ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, നമ്മൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞു തരാം. ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് പൂച്ചെടികൾക്കും പറ്റും, പച്ചക്കറികൾക്കും പറ്റും, കിഴങ്ങ് വർഗ്ഗങ്ങൾക്കും പറ്റും, എല്ലാത്തിനും പറ്റും കേട്ടോ. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഇത് സഹായമാകും. പിന്നെ വേരുകൾ നല്ല ശക്തിയിൽ ചെടികൾക്ക് ബലം കിട്ടാനും പച്ചിപ്പ് വരാനും ധാരാളം തളിരുണ്ടാവാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഇത് ഫലപ്രദമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് തളിരും ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കളും കായൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതൊന്നും വാടിപ്പോവില്ല, ചീഞ്ഞു പോവില്ല. അങ്ങനെയൊക്കെ ഉള്ള ഗുണം ചെയ്യുന്ന ടോണിക്കാണ് ഇത് നമുക്ക് പൈസ ചിലവൊന്നും അധികം ഇല്ലല്ലോ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. പിന്നെ വീട്ടിലൊരു അലോവേര, മുരിങ്ങയിലൊക്കെ എല്ലാവർക്കും നല്ലതാണ്. പിന്നെ എന്നോട് ചോദിച്ചിരുന്നു ഒരാൾ, എൻ്റെതൊക്കെ ഒച്ച് തിന്നുപോയി. അപ്പോൾ ഈ ഒരു ടോണിക്ക് നമ്മൾ ഇലകളിൽ നിന്ന് തളിച്ചു കൊടുക്കുക, അടിയിൽ ഒഴിച്ചു കൊടുത്താൽ ഇതിൽ നമുക്ക് പുളിപ്പിച്ചതാണല്ലോ, തൈരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് തീരെ ഇഷ്ടമല്ല. പുഴുക്കൾക്കും ഒച്ചിനും ഈ പുളിപ്പ് രസം പിടിക്കൂല. അപ്പോൾ അവർ മുന്നോട്ട് നീങ്ങൂല, അങ്ങനെ പിന്മാറിക്കോളും. ഒരു പരിധി വരെ ഒച്ചിനെ തടയാനും പുഴുക്കൾ വരാണ്ടിരിക്കാനും ഈ ഒരു മിശ്രിതം നല്ലതാണ്. പിന്നെ നല്ലൊരു ജൈവ വളവുമാണല്ലോ, അപ്പോൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതിൽ ഞാൻ അലോവേര ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പശപ്പില്ലേ, അപ്പോൾ വരൾച്ച ഇതിൽ ഉണങ്ങിപ്പോകുന്നതിന് സഹായമാവും ഈ ഒരു മിശ്രിതം എല്ലാം കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ. ഇനി വരാൻ പോകുന്നത് നമുക്ക് വേനൽക്കാലാണല്ലോ. പിന്നെ സാധാരണ നമുക്ക് ഒച്ചി വന്ന് താണ്ടോ കണ്ടോ എൻ്റെ ഇല കണ്ടോ, ഈ കാബേജിൻ്റെ ഇല ഞാൻ എങ്ങനെ ശ്രദ്ധിക്കുന്ന, ഒരു ദിവസം ഒച്ചി വന്ന് തിന്ന് തീർത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അതില ഞാൻ കമൻറ്റ് കണ്ട്, ഒച്ചിനെല്ലാണ്ടാക്കുക നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ ഇതുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ചോദിച്ചത് കൊണ്ടാണ്. പിന്നെ കുറേ പേര് എന്നോട് നിങ്ങൾക്ക് എങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നതെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ ഈ ടോണിക്ക് നിങ്ങളുണ്ടാക്കി കാണിച്ചു തരാൻ കാരണം. കണ്ടോ ഒച്ചി പോയത്? ഇപ്പം ഇല്ല, അതാ ഇതിലൊന്നുമില്ല കേട്ടോ, ഇതിലൊന്നും കേടുവന്നില്ല. ഇവിടെ എത്തുന്നപ്പത്തിനേക്ക് ഞാൻ കണ്ടുപിടിച്ചു. ദിവസം പരിശോധന അല്ലേ, ഈ
ടോണിക്കില്ലേ, ഇത് ഞാൻ പറഞ്ഞല്ലോ ചെടികൾക്ക് പെട്ടെന്ന് വളരാനുള്ള ഹോർമോൺ പോലും ഇതിലുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ പോയി വാങ്ങുന്ന ചെടിക്ക് നല്ല ഉഷാറും പൂവും ഉണ്ടാവും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആ ഉഷാറും കുറയും പൂവും കുറയും. അതൊരു ഹോർമോൺ അടിക്കുന്നതെന്ന് പറഞ്ഞല്ലേ, ഇതും ഒരു തരം ഹോർമോണാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് അടിച്ചാൽ നമുക്ക് നല്ല ഉഷാറിൽ നിൽക്കും. എൻ്റെ പൂക്കളൊക്കെ നോക്ക്, എൻ്റെ പൂക്കൾ എണ്ണയാ തീരാത്ത മൊട്ടും അതാ. അതിൻ്റെ ഇടയ്ക്ക് കരിഞ്ഞതുണ്ട്, കരിഞ്ഞത് പറിക്കൽ തന്നെ എൻ്റെ പണി, എന്നാലും ഉണ്ടാവും. കാര്യമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് വളരുന്നതിനനുസരിച്ച് പുഴുക്കൾ കയറി വന്നാലുണ്ടല്ലോ എല്ലാം തിന്ന് തീർക്കല്ലോ. അപ്പോൾ ഈ ടോണിക്ക് ഇലയിലൊക്കെ ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ ആ പശപ്പിൽ അവിടെ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഇതിട്ടണല്ലോ അലോവേര. അപ്പം പുഴുക്കളൊക്കെ ഇതിൻ്റെ പുളിപ്പ് രസം കൊണ്ട് അല്ല അത് കുറേ തടയാൻ കഴിയുന്ന. പിന്നെ വലിയ പുഴുവിനൊന്നും കഴിയില്ല, ഞാൻ എടുത്തു മാറ്റിയ. ഞാൻ ഇതൊക്കെ തന്നെ ഒഴിക്കലിട്ടോ. ഞാൻ പലതും മുട്ടത്തോട് പൊടിച്ച് ഒഴിക്കും, ഇങ്ങനത്തത് ഒഴിക്കും, പിന്നെ കുറേ പുല്ല് വെള്ളത്തിലിട്ട് അത് ഒഴിക്കും. അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ ഒന്നും വാങ്ങാറില്ല കേട്ടോ. എനിക്കെന്തോ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ പൂവുണ്ടാകുന്നത്. ഓരോരുത്തരും കൈപ്പുണ്യാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണോ, നല്ല ശ്രദ്ധിച്ചാൽ മാത്രമേ ഉണ്ടാവൂ. ഇതൊക്കെ പച്ചിപ്പ് കണ്ടോ, അതൊക്കെ നല്ലോണം മുട്ടിടാൻ തുടങ്ങി തയ്യ അതൊക്കെ പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഇതെൻ്റെ ഡെയ്സി ഞാൻ അങ്ങോട്ട് തണലത്ത് വെച്ചതായിരുന്നു, അതാളായി വരുന്നുണ്ട്. ഇത് മിടുന്നില്ല എന്നതിൻ്റെ പേര്. നിറയെ പൂവുണ്ടായി കഴിഞ്ഞ് രണ്ടാമത് പൂവുണ്ടായ സ്ഥലത്ത് തളിര് വരും. അതിനൊക്കെ തളിര് വന്ന്, ഇതാര് ചോദിച്ചാലും ഞാൻ അതിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കുക. തളിര് വന്ന് ഇവിടെയൊക്കെ വന്നു. അലോവേരയ്ക്ക് തന്നെ കൊടുക്കട്ടെ, അലോവേരൻ്റെത്. ഇതാ എൻ്റെ സങ്കടം, ഇതങ്ങ് പൊട്ടിപ്പോയതാ. എനിക്ക് കാണിക്കാൻ കഴിയാണ്ടായി. എൻ്റെത് മഴക്കാലത്ത് എൻ്റെതെല്ലാം പുഴു തിന്നുപോയി എന്നൊക്കെ പരാതി പറഞ്ഞ് സങ്കടം പറഞ്ഞവരൊക്കെ ഉണ്ട്. ഓരോണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ പുഴു ഉണ്ടാവൂല, ഒച്ച് വരുന്ന് കുറേയൊക്കെ തടയാൻ കഴിയൂ. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ. പിന്നെ വൈകുന്നേരങ്ങളിലേ ഒഴിച്ചു കൊടുക്കാൻ വിട്ടു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കാൻ, ഈ മഴക്കാലത്ത് എങ്ങനെ ഇത് കുറച്ച് നേരം മഴ ഇല്ലാണ്ട് നിന്നിട്ടിയാൽ മതി. പിന്നെ അതങ്ങ് പിടിച്ചു എല്ലാം ഉള്ള പുഴുക്കളൊക്കെ മാറിക്കോളും, ഒച്ചുണ്ടാവൂല. പിന്നെ ഇതിന് കുറേയൊക്കെ പിടിച്ചെടുക്കൂ, അങ്ങനെയൊക്കെ ചെയ്യും. ഫുള്ളായിട്ട് മഴ കിട്ടാതൊക്കെയൊന്നും ഇടയ്ക്ക് മഴ വ്യതിരിച്ച് കുഴപ്പമൊന്നും. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് അതെനിക്ക് ഫാൻസ് തന്നതാ. തിരുവനന്തപുരത്തു നിന്ന് ഒരു ഫാൻസ് വന്നു, അങ്ങനെ തന്നതാ. ഇതൊക്കെ നിറയെ പൂവിടാണ്ട് ഞാനൊക്കെ കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുക. എൻ്റെ ജമന്തി ഇല്ലേ, ഞാൻ കട്ട് ചെയ്ത് ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിറയെ മൊട്ടുണ്ട്. ഇത് കുറച്ച് കഴിയും ഇതുണ്ടാവാൻ, ഇതിലും ഉണ്ടാവാൻ. ഇതെനിക്ക് മലപ്പുറത്തുനിന്ന് വേങ്ങര എന്ന് വന്ന ഒരു ഫാൻസ് തന്ന ചെടിയാണ്. ഈ പൂവ് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഈ പൂവിൻ്റെ പേരെന്താന്നുള്ളത്. എൻ്റെ ജറബറ 2 പൂക്കളാ ഇവിടെ ഉണ്ടായി. ഇപ്പം മൂന്നാമതാ ഒരു മുട്ട് വന്നു. അതുപോലെ തന്നെ മുട്ട് ഉഷാറിൽ വന്നിട്ടോ. ഉഷാറായി. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലേ പിന്നെ എന്നോട് പറയൂ, നിങ്ങൾ മുട്ടത്തോട് കുറേ കാണിച്ച് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടൂരാന്നൊക്കെ. ഇതിങ്ങൾക്ക് കിട്ടുമല്ലോ, ഇതങ്ങനൊക്കെ ചെയ്ത് നോക്കണ്ടി. നമുക്ക് ഏതാ വിജയിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാം അങ്ങ് ചെയ്ത് നോക്കാൻ. ഒക്കെ ജൈവ, പേടിക്കാനില്ല, ഒക്കെ ജൈവ. ഈ മഞ്ഞപ്പൂവിനൊക്കെ ഒഴിച്ചു കൊടുക്കുക. മഞ്ഞപ്പൂവ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഉണ്ടാവും. എനിക്ക് പേടി എന്താണെന്ന് പറഞ്ഞാൽ പുഴുവാ. എനിക്ക് പേടി ഇത്ര വണ്ണത്തിലുള്ള പുഴുവാ വന്ന്. ഇതെൻ്റെ പാവക്ക ഞാൻ ഇതിലൊഴിച്ചു കൊടുത്ത്, അല്ല കുപ്പിയിൽ നട്ടതിന് സ്ഥലമില്ലേറ്റ്. ഉഷാറായിന്. ഇനി ഇത് കുറച്ച് മണ്ണ് ഞാൻ പറഞ്ഞിട്ട് ഒക്കെ ഒന്ന് ഇരുന്ന് നോക്കുമ്പോൾ താന്ന് മേലോട്ട് കയറീന്. ഉഷാറായിണ്ടായിന്. നല്ല ഈ മേരിഗോൾഡ് ഇല്ലേ, മേരിഗോൾഡ് പൂവിടുന്ന ഒരു സീസൺ ഉണ്ട്. ആ സീസൺ ആവുന്നേ ഉള്ളൂ. അടുത്ത മാസം അത് നിറച്ച് പൂവിടും.
എൻ്റെ ഇതൊക്കെ ചെരിഞ്ഞു പോയിട്ടോ നോക്ക്. ഇതെല്ലാം ഇതൊക്കെ ഷെയറായി. ഇതാ ഒക്കെ ചെറിയ തൈകളാണ്. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും റിസ്ക് എടുത്ത് ഈ മഴയത്ത് ഞാൻ റിസ്ക് എടുത്ത് നിങ്ങളെ കാണിച്ച് ഭയങ്കര ചോദ്യങ്ങളാണ്, മെസ്സേജാണ്. നിങ്ങൾക്ക് എങ്ങനെ പൂവുണ്ടാകും, നിങ്ങൾക്ക് എങ്ങനെ വിളവെടുക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ക്യാബേജ് ഉണ്ടാകുന്നതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പം എല്ലാവരും കൃഷിക്കാരാണല്ലോ. നമ്മളെ ഈ കൂട്ടായ്മയിലുള്ളത് മൊത്തം കൃഷിക്കാരൻ്റെയാണ്. കുറേ പേര് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ, കുറേ പേര് പച്ചക്കറി ഇഷ്ടപ്പെടുന്നവരൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.